നമ്മുടെ പല്ലൻ ജാക്കി അല്ലെങ്കിൽ ടോറിൻ ടൈപ്പ് ലിവർ ഓപ്പറേറ്റഡ് സിംഗിൾ പിസ്റ്റൺ ജാക്കിയാണിത്. ഇതിൻ്റെ ഒരു ദൗർഭാഗ്യം അല്ലെങ്കിൽ ഒരു ദുരവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ കാണുന്ന പാർട്ട്, അതായത് ഇതിൻ്റെ പിസ്റ്റൺ പ്ലഞ്ചറിൻ്റെ മുകളിൽ കുറേ നാൾ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ നടുഭാഗത്തേക്ക് അനാവശ്യമായി വെയർ ആൻഡ് ടയർ വരും. പിന്നെ നമ്മളിത് എന്തൊക്കെ വാഷർ ചേഞ്ച് നടത്തിയാലും ഇത് നന്നാവില്ല, അതിൻ്റെ പ്ലഞ്ചർ മാറാതെ നിവൃത്തിയില്ല. അപ്പോൾ ഇത് സാധാരണ ഇത് സംഭവിക്കുന്നത് ഈ കാണുന്ന പിസ്റ്റനകത്തേക്ക് പോകുന്ന ആ ഭാഗത്ത് മണൽത്തരികളും പൊടിയും കയറി പിടിച്ച് പിസ്റ്റൺ വർക്ക് ചെയ്യുമ്പോൾ ഇത് പതുക്കെ ഉള്ളിലേക്ക് പോയിട്ട് അതിൻ്റെ ബോഡിയിലും സ്ക്രാച്ച് ആകും. അതേപോലെ തന്നെ വാഷറും ഇതാവും. ഇതിപ്പോൾ നമ്മളിപ്പോൾ മാറ്റി കൊടുത്തിരിക്കുന്ന ഒരു പ്ലഞ്ചറാണിത്. ഇതിൻ്റെ നടുഭാഗം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം, വെറുതെ വാഷറിൻ്റെ ഉള്ളിൽ കൂടി വർക്ക് ചെയ്യുന്ന സാധനമാണ്. ഒരു റബ്ബർ വാഷറിന് ഒരിക്കലും ഇരുമ്പ് തേക്കാനുള്ള സാധാരണഗതിയിൽ സാധിക്കില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയിലേക്ക് പുറത്തുനിന്നുള്ള മണൽത്തരികൾ അങ്ങനെയുള്ള സാധനങ്ങൾ കയറുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനത്തെ ജാക്കികൾ ഉപയോഗിക്കുന്നവർ പ്രത്യേകം ആ ഭാഗം എപ്പോഴും ക്ലീൻ ചെയ്ത് വെക്കാൻ വേണ്ടി സൂക്ഷിക്കണം. മാത്രമല്ല, ഈ കാലഘട്ടത്തിന് ഒതുങ്ങിയ ജാക്കിയല്ല ഈ മോഡൽ. ഇത് ഇപ്പോഴും ഉണ്ട്. കഴിഞ്ഞ ദിവസം ഞാനൊരു റാഷ് ചെയ്യുന്നപ്പോൾ അവരും അത് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. 6-7 വർഷം മുമ്പുള്ള ജാക്കിയൊക്കെ സൂപ്പർ ജാക്കിയാണ്. അത് സംശയമൊന്നുമില്ല. ഡബിൾ പിസ്റ്റനേക്കാളും ഓപ്പറേറ്റ് ചെയ്യാൻ വളരെ പഴം പോലെ ആയിരിക്കും അതിൻ്റെ ലിവറുകൾ ഇരിക്കുക. എത്ര ലോഡ് ഉണ്ടെങ്കിലും നമുക്ക് ക്ഷീണമില്ല, ചെയ്യാൻ സ്ലോ ആണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ കാലഘട്ടത്തിൽ ഇറങ്ങുന്നതൊക്കെ പൊട്ട ജാക്കികളാണ്. കഴിയുന്നത് നിങ്ങളത് വാങ്ങിക്കാതിരിക്കുക, പ്രൈസിൻ്റെ പുറകെ പോകാതിരിക്കുക. ഇതിൻ്റെ സർവീസ് നമ്മളടുത്ത് അവൈലബിൾ ആണ്.